ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറെ എവിടെയല്ല കേട്ടോ, ഒന്ന് അക്ഷയ വരെ പോയിട്ട് വരുവാണ്. അപ്പോൾ അക്ഷയയിൽ പോകേണ്ട ചില ആവശ്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്ഷയയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ മകൻ്റെ പേരിൽ ആധാർ കാർഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആധാർ കാർഡ് റേഷൻ കാർഡിലോട്ട് പേര് ചേർക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോഴും മറന്നു പോകും. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് നോക്കും. കാരണം ആധാർ കാർഡ് ഉണ്ടല്ലോ, റേഷൻ കാർഡിൽ പേര് പിന്നെ ചേർക്കാമെന്നൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തെ നേരിട്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. ഒരു വലിയ കാര്യം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാത്തതിൻ്റെ പേരിൽ കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റൽ കേസുകെട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തായാലും അക്ഷയയിലോട്ട് പോകാം. പോകുന്ന വഴി നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാവരുമായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ വേഗം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അക്ഷയയിലോട്ട് പോവാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ഭയങ്കര വയറുവേദന വന്നിട്ട് ടീച്ചർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതുപ്രകാരം നമ്മൾ ഓരോ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആദ്യം തന്നെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കാണിച്ചു. അവർ സാധാരണ വയറുവേദനയുടെ മരുന്നൊക്കെ തന്ന് നമ്മളെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പിന്നെ കടുത്ത വയറുവേദന വന്നു. അതിന് ശേഷം പിന്നെ അങ്ങനെ സാധാരണ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റൽ, മട്ടന്നൂർ ഹോസ്പിറ്റൽ, ആശ്രയയിൽ കൊണ്ട് കാണിച്ചു. അതുപോലെ തന്നെ വീടിനടുത്തുള്ള ഹോസ്പിറ്റൽസൊക്കെ കാണിച്ചതിന് ശേഷം വയറുവേദന വിട്ട് മാറുന്നില്ല. അങ്ങനെ ഒരു 3-4 ദിവസത്തിന് ശേഷം പിന്നെ നമ്മൾ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയി. കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് നമ്മൾ അത്യാവശ്യം ഇഞ്ചക്ഷൻ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും ഇഞ്ചക്ഷൻ അടിച്ചിട്ടും മോന് നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെയിന് മാറാത്തതുകൊണ്ട് അവർ ഒന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തപ്പോൾ അതിന് ശേഷം സ്കാനിങ് റിസൾട്ട് റിപ്പോർട്ടൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഒരു മാറ്റവും ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുകളിൽ ഒരു മാറ്റവുമില്ല. പക്ഷേങ്കിൽ തീരെ വയ്യായിരുന്നു, അവർ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കി. ആ എക്സ്റേയിലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ യൂറിൻ, അതുപോലെ ബ്ലഡ്, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഭയങ്കരമായിട്ടുള്ള പെയിനായിരുന്നു അവനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പേടിച്ചു പോയിരുന്നു, എന്താണ് സംഭവം. കാരണം ഇത്രയും ഇഞ്ചക്ഷൻ അടിച്ചു, മരുന്നുകളൊക്കെ കൊടുത്തു, 3-4 ദിവസം കഴിഞ്ഞിട്ടും പെയിന് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ഒരു പ്രശ്നത്തിലായിരുന്നു നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു എക്സ്റേയും കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ അടുത്ത് താഴോട്ടുള്ള ഒരു എക്സ്റേയും കൂടി ചെയ്തു നോക്കി. അതിനകത്തും വേറെ കുഴപ്പമൊന്നും കാണാത്തത് കൊണ്ട് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് നമ്മൾ റെഫർ ചെയ്യാം, പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്കറിയാം പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് നമ്മളെ പിന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിലെത്തി അവിടെ ചെന്നതിന് ശേഷം ഇതുപോലെ തന്നെ അവർക്ക് വേഗം ആദ്യമൊന്നും കാര്യം പിടികിട്ടില്ല. ആദ്യം ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഇതുപോലെ തന്നെ ആദ്യം പെയിന് നിൽക്കുവാനുള്ള ഇഞ്ചക്ഷൻ വെച്ചു. പെയിന് വെക്കാനുള്ള ഇഞ്ചക്ഷൻ വെച്ചിട്ടും അതിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ അക്ഷയ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ നമുക്കിത് ചെയ്ത് കിട്ടും. അതിനായിട്ട് ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ടുപോയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് വേഗം അത് അവർ ശരിയാക്കി തരും കേട്ടോ. അപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയി നമ്മൾ ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ ആയിട്ടുണ്ടായിരുന്നു, 1/2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൽ പേര് ഉൾപ്പെടുത്താൻ പറ്റി മോൻ്റെ. അവന് ആധാർ കാർഡ് ഉണ്ട്. അപ്പോൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡിലോട്ട് പേര് മാറ്റാൻ തിരക്കൊന്നുമില്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ പോയി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. റേഷൻ കടയിൽ പോയി അരി വാങ്ങിച്ചു. അത് നമ്മളൊരു കടയിൽ വെച്ച് വരുമ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അക്ഷയയിൽ പോയിട്ട് വന്നു കേട്ടോ. ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, കുട്ടികൾ ചില സമയത്ത് നമ്മളോട് ചിലപ്പോൾ കണ്ണ് വേദന അല്ലെ ചെവി വേദന എന്നൊക്കെ നമ്മളോട് പറയും, വയറുവേദന. ഇവിടെയുള്ള അമ്പാടിയാണെങ്കിൽ എൻ്റെ മകനാണെങ്കിൽ അധികവും വയറുവേദന എന്ന് പറയലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മളതൊരു വലിയ കാര്യമാക്കി എടുക്കില്ല. വയറുവേദനയോ അത് നീ ഓരോന്ന് കഴിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കും.
അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ കാര്യമാക്കി എടുക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് ചിലപ്പോൾ മടിയായിരിക്കും സ്കൂളിൽ പോകാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർ ഓരോ അടവുകൾ പ്രയോഗിക്കുന്നതായിരിക്കുമെന്നാണ് നമ്മൾ ഓരോരുത്തർ കരുതുക. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ മോൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, വയറുവേദന എടുക്കുന്ന അമ്മയെന്ന് പറയും. ഞാനപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചി ചതച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്ത് അത് സെറ്റായി എന്ന് പറയും. പക്ഷേ സത്യത്തിൽ ഇത് അവന് വയറുവേദന ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയി. കാരണം ഈ മുഴ ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഉള്ള ഒരു വേദനയാണ് അവൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, വയറുവേദന എന്ന് പറയാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല, പിന്നെ അവൻ ആക്റ്റീവായിട്ട് കളിക്കും, അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പെയിന് വന്നതിന് ശേഷം ഒരുപാട് ഹോസ്പിറ്റൽ, ഏകദേശം എനിക്കൊന്ന് 4 ഹോസ്പിറ്റലോളം മാറി കാണിച്ചിട്ടാണ് പരിയാരത്തെത്തിയത്. പരിയാരത്തെത്തിയിട്ട് അവിടെ എത്തിയിട്ടും അവിടെയെന്ന് വെച്ചാൽ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. കാരണം ഡോക്ടേഴ്സൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. അത് കണ്ണൂർ ജില്ലാശുപത്രിയിലാണെങ്കിലും ഡോക്ടേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പരിയാരത്തോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അതൊരു സീനാണ്. ആ പേര് കേൾക്കുമ്പോഴേ പേടിയാണ്. കാരണം അങ്ങനെ വലിയൊരു ഹോസ്പിറ്റലൊന്നും ഇതുവരെയും ജീവിതത്തിൽ പോകാൻ ഇടയായിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ഇനി ആർക്കും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം ഡോക്ടേഴ്സ് ആദ്യമൊക്കെ സാധാരണ രീതിയിലുള്ള പരിശോധനകളും പിന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ബ്ലഡിൻ്റെതും യൂറിൻ്റെതും സ്കാനിങ്ങും എക്സ്റേ ഉള്ള റിപ്പോർട്ടുകളൊക്കെ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അപ്പോൾ അതിലൊക്കെ നോർമൽ ആയതുകൊണ്ട് തന്നെ അവരത് ഗ്യാസിൻ്റെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ആദ്യമൊക്കെ ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്തു. അപ്പോൾ ഗ്യാസിൻ്റെ മരുന്ന് ഏകദേശം ഒരു 1.5 ദിവസത്തോളം കൊടുത്തു. അതുപോലെ തന്നെ പെയിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇവർ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗുളിക കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതും കൊടുത്തിട്ട് മോൻ കരച്ചിന് നിൽക്കുന്നില്ല. കാരണം ഇതൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആ ഒരു സിറ്റുവേഷൻസ്. കാരണം എൻ്റെ മോളുടെ 1 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ മോൾ എൻ്റെ കൂടെ ഉണ്ട്. മോളാണെങ്കിൽ ഏട്ടൻ കരയുന്നതാണെങ്കിൽ അവളും കരയുന്നുണ്ട്. പിന്നെ അവളെ എടുക്കാതെ ഇവനെ ഞാൻ എടുത്തിട്ട് നിൽക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതുണ്ട്. കാരണം മോന് ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ആണ് പെയിൻ കൂടുതലായിട്ട് വരുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ വയറിനെ കണക്കായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവന് കുഴപ്പമില്ല. അപ്പോൾ അവനിവിടെ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്യുക. ഉറക്കം വരുന്ന സമയത്ത് കുറച്ച് സമയം നമുക്കൊരു ശാന്തമാകും. പക്ഷേങ്കിലും നമുക്ക് അവനെ താഴെ കിടത്താൻ പറ്റില്ല. കാരണം താഴെ കിടക്കുമ്പോഴത്തേക്ക് അവൻ എങ്ങനെയെങ്കിലും ഉറക്കഞ്ഞിട്ടും എഴുന്നേൽക്കും. ഭയങ്കര, അതായത് ഒരാഴ്ച ഞങ്ങൾ കഷ്ടപ്പെട്ടതും ഞങ്ങൾ മാനസികമായിട്ടും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഒരു രക്ഷിതാക്കൾക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. മോളിവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇടയ്ക്കിടെ കുട്ടികൾ ഇങ്ങനെ വയറുവേദന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മളോട് അവർ ആദ്യമൊക്കെ പറയുന്നത് 1-2 തവണയൊക്കെ ആണെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും പോകാനുള്ള കള്ളം കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷേ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം ആർക്കും തന്നെ സംഭവിക്കരുത് എന്നുള്ളത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫുഡിനകത്ത് നമ്മൾ ഒരുപാട് കൺട്രോൾ വരുത്തേണ്ട ആവശ്യമാണ്. ഇപ്പം നമുക്കറിയാം, കുട്ടികൾക്ക് ഒരു ചില്ലറ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ തന്നെ പുറത്തോട്ട് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന എന്തും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. അത്തരത്തിലുള്ള ഒരു ആഹാരങ്ങളും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം നമ്മൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ലേസ് അതുപോലെ തന്നെയുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കലുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എരിവ് കഴിക്കലുണ്ടോ, പുളി കഴിക്കലുണ്ടോ എന്നൊക്കെ ഡോക്ടേഴ്സ് ചോദിച്ചു. നമ്മൾ എരിവും പുളിയൊന്നും കഴിക്കുക. കാരണം അവൻ ചോറിൻ്റെ കൂടെ കറി വളരെ മിതമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അവന് ഇഷ്ടമല്ല കറി. പരമാവധി പച്ചച്ചോറോ എന്തെങ്കിലും പൊരിച്ച മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂ. പിന്നെ ഇവൻ കൂടുതലായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ലേസ്, അതുപോലെ തന്നെ മിഠായികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മാഗി. ഈ മാഗിയൊന്നും ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കരുതെന്നാണ് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം. അതൊന്നും ഹെൽത്തിന് ഒരിക്കലും നല്ലതല്ലാത്ത സാധനങ്ങൾ. ലേസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അവരെന്താ പറഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ കാരണം ഇവനെ അവിടെ ചെന്നു, എന്നിട്ട് ആദ്യമൊക്കെ ഇതൊക്കെ ചെയ്തു, ടെസ്റ്റുകളൊന്നും ചെയ്യാതെ തന്നെ ഇഞ്ചക്ഷൻ വെച്ചു. എന്നിട്ടും കുറയുന്നില്ല. പെയിന് കൂടുതലാകുമ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങി നിശബ്ദമായ സ്ഥലത്ത് എൻ്റെ മകൻ്റെ കരച്ചിൽ മാത്രം കേൾക്കുന്നത്. സത്യത്തിൽ വളരെ മാനസികമായിട്ട് സങ്കടപ്പെട്ട ഒരു സമയം. എന്തായിരിക്കും കുട്ടിയുടെ അസുഖം? ഈശ്വര, എന്താണ് അസുഖം എന്നൊന്ന് കാണിച്ചു തരണേ ഭഗവാനെ. കാരണം എൻ്റെ പേടി മറ്റെന്തൊക്കെയോ ആയിരുന്നു.
അപ്പോൾ എൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ സാധാരണ എന്ത് വയറിനുള്ളിലായാലും എന്തെന്നായാലും സ്കാനിങ്, എക്സ്റേ, ബ്ലഡ് റിസൾട്ട്, യൂറിന് എല്ലാം എടുത്തിട്ടും അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഈശ്വരനെ വിളിച്ചോളി. കാരണം നമുക്കറിയാം തളരുന്ന പ്രതിസന്ധിയിലാണല്ലോ മനുഷ്യൻ എപ്പോഴും ഈശ്വരനെ കൂട്ടുപിടിക്കുന്നത്. അതുവരെ നമ്മൾ കളിക്കുന്ന കളിയൊക്കെ നമ്മളാണ് വലിയവരെന്നുള്ള ഒരു, പക്ഷെ നമ്മളെപ്പോഴും ഈശ്വരനെ മറന്നിട്ട് ഒരിക്കലും ജീവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളിലെന്ന് വെച്ചാൽ ഒരാൾ സഹായത്തിനില്ല, ഒറ്റക്കാണ്. സാമ്പത്തികമായിട്ടും നമ്മളൊന്നും വലിയ റിച്ച് അല്ല. അപ്പോൾ എല്ലാം കൊണ്ട് എൻ്റെ മകൻ്റെ വേദന കാണുമ്പോൾ എന്ത് വിറ്റിട്ട് പെറുക്കിയിട്ടാണെങ്കിലും നമുക്ക് അവനെ ചികിത്സിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ഡോക്ടേഴ്സ് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഡോക്ടേഴ്സ് മൈൻഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ അവരിങ്ങനെ പിന്നെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഞാനും ഏട്ടനിങ്ങനെ സംസാരിച്ച്, ഇവർക്കെന്താ ഒരു മനസ്സാക്ഷിയില്ലേ, ഒരു കുഞ്ഞു കുട്ടിയല്ലേ, 5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ കരയുമ്പോൾ സിസ്റ്റേഴ്സും അത്ര വലിയ മൈൻഡ് ചെയ്തില്ല. കാരണം ഓരോ മണിക്കൂർ വെച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. കാരണം പഠിക്കുന്ന ഡോക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ സർജൻസ്, ഇവനെ നോക്കിയത് സർജനാണ്. അപ്പോൾ സർജൻസ് അവിടെയുള്ള ആൾക്കാർ വരുന്നുണ്ട്, സിസ്റ്റർമാർ മാറി മാറി വരുന്നുണ്ട്. എല്ലാം ചെയ്തിട്ട് ഇവരിങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്നു പോകുന്നു എന്നല്ലാണ്ട് കുട്ടിയുടെ പെയിന് യാതൊരുവിധ കുറവുമില്ല. പിന്നെ ഇവർ പോയതിൻ്റെ പിറ്റത്തെ ദിവസം ഒച്ച കേൾക്കുന്നത് മകളുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ പിറ്റത്തെ ദിവസം തൊട്ട് ഇവനോട് ഞങ്ങളോട് പറഞ്ഞു കുട്ടിക്ക് ഒരു ഫുഡും കൊടുക്കരുത്, കാരണം വയറ് ഫുൾ ക്ലീൻ ആയിരിക്കണം, ഞങ്ങൾക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പട്ടിണി കിടന്നിട്ട് വെള്ളം കുടിക്കാനും വിടുന്നില്ല. കാരണം ഇവന് ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ്, വെള്ളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. കാരണം ഒരു സ്കാനിങ് ചെയ്ത് നോക്കാം, ആ സ്കാനിങ്ങിലും കൂടി എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിറ്റത്തെ ദിവസം തൊട്ടിട്ട് 2 ദിവസം ഫുൾ പട്ടിണിയാണ്. അപ്പം മോനാണെങ്കിൽ അത്യാവശ്യം നമുക്കറിയാം കുഞ്ഞുമക്കൾ ഇടയ്ക്കിടെ ഫുഡ് കഴിക്കാം. അപ്പോൾ അവന് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അവന് ഫുഡില്ലാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ വേദന, ക്ഷീണം, സത്യത്തിൽ വളരെ മാനസികമായിട്ട് എങ്ങനെയാ അത് നിങ്ങളോട് പറയേണ്ടതെന്നല്ല. അതുകൊണ്ട് എനിക്കുണ്ടായ, എൻ്റെ കുടുംബത്തിലുണ്ടായ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകരുത്. കാരണം ഒരു ചെറിയ വയറുവേദനയുടെ പേരിൽ ഞങ്ങൾ അനുഭവിച്ച മാനസികമായ അവസ്ഥ അത് ചെറിയ വേദനയല്ല. കാരണം എനിക്കത് കണ്ടിട്ട് തോന്നിയത്, കാരണം കുട്ടി ഇങ്ങനെ വയറിങ്ങനെ അമർത്തി പിടിച്ചിട്ട് അവൻ്റെ ആവുന്ന ശക്തി മുഴുവൻ കരഞ്ഞ് തളർന്ന് എന്നിട്ട് ഉറങ്ങിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എഴുന്നേക്കും, വീണ്ടും കരയും, വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരയും, വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കരയും, പിന്നെ വയറ് വേദന എന്ന് പറഞ്ഞിട്ട് കരയും. അങ്ങനെ പിന്നെ ഇവർ വയറ്റിൽ നിന്ന് പോകുവാനുള്ള മരുന്നുകൾ, ഗുളികകളൊക്കെ വെക്കും. വയറ്റിൽ നിന്നൊക്കെ ക്ലിയർ ആയിട്ട് അവൻ പോകുന്നതാണ്. തലേന്ന് സ്കൂളിൽ പോകുന്നവരെയും അന്നൊക്കെ പോയി. എന്നിട്ടും അവർ പറയുന്നത് ചിലപ്പം മല എന്തെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് വയറിന്ന് മുഴുവൻ പോട്ടെ എന്നിട്ട് ഗുളിക വെക്കും, എന്നിട്ടൊന്നും കുറയുന്നില്ല. അങ്ങനെ 3-ാമത്തെ ദിവസം നമ്മൾ സ്കാനിങ് ചെയ്തപ്പോഴാണ് വയറിനുള്ളിൽ നമ്മുടെ ശരീരഭാഗത്തിൽ ഓരോ ദിക്കുകളിലും കയല എന്ന് പറയുന്ന സാധനം ഉണ്ട് അത്ര. അപ്പോൾ ഈ കയല വേദനയാണ്, കയലയുടെ വീക്കമാണ് ഈ വേദനയ്ക്കുള്ള കാര്യം എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാനും കൂടെ പോയിട്ടാണ് പരിയാരത്ത് താഴെ ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് ഇവരുടെ തന്നെതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മൾ കാണും. അപ്പോൾ ഇങ്ങനെ ഒരു ഉരുണ്ട് വയറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഈ ഒരു വീക്കാണ് ഇങ്ങനെയുള്ള സംഭവം വേദനയ്ക്കുള്ള കാരണം എന്ന് അവരവിടുന്ന് പറയില്ല, പിന്നീട് ഡോക്ടറെ കാണിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പൻഡിക്സ് എന്ന് പറയുന്ന രോഗമുണ്ട്, അത് ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോഴും വരുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളവിടെ അഡ്മിറ്റ് ആയ സമയത്ത് 8-ലോ മറ്റോ പഠിക്കുന്ന കുട്ടി അപ്പൻഡിക്സ് രോഗം വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നത്. കാരണം അവരുടെയൊക്കെ അമ്മമാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലാണ്, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അവിടെ കഴിയുമ്പോഴാണ് നമ്മളൊക്കെ ഓരോരുത്തരും എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവിടെയുള്ള ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, അവരുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ കാണുമ്പോൾ നമ്മളൊക്കെ എത്രയോ പുണ്യം ചെയ്ത ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇതുപോലെ വയറുവേദന ആയിരുന്നു എൻ്റെ മൂക്ക്, അങ്ങനെ കണ്ടു നിൽക്കാനും സഹിച്ച് നിൽക്കാനും കഴിയുന്നില്ല, ഇവൾ ഇത്ര കുറച്ചങ്ങ് വലുതായില്ലേ, നിങ്ങളെ മോൻ എത്ര ചെറുതാ, അപ്പോൾ അവനത് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ആളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മോള് തിരിച്ച് വന്നിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ കരുതി ദൈവമേ ഇനി എന്തെങ്കിലും വല്ല ഓപ്പറേഷനൊക്കെ വേണ്ടി വരും. ഞാൻ ശരിക്കും അങ്ങനെ വളരെ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖമാണ് എന്നുള്ള ഒരു രീതിയിൽ പോലും ഞാൻ ചിന്തിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരനെ വിളിക്കാതല്ലാതെ വേറെ രക്ഷയില്ല. പിന്നെ മൂത്ത മകനാണെങ്കിൽ ഇവിടെ രതീശേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു, അവരുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ അവനിവിടെ, ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. ലൈവ് നമ്മൾ ചെയ്യുന്നതാണ് ഏട്ടൻ. അപ്പോൾ ഏട്ടൻ ലൈവ് ഇടാത്തതുകൊണ്ട് ലൈവ് ചെയ്യാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വാട്സാപ്പിൽ തുരുതരാ മെസ്സേജുകൾ, നമുക്കൊന്നും ഒരു ആൻസർ കൊടുക്കാനോ ആക്കാനോ. പിന്നെ
മോൻ ഉറങ്ങി കുറച്ചൊന്ന് മൈൻഡ് സെറ്റ് ആകുമ്പോഴാണ് നമ്മൾ ചില ലൈവുകളിലൊക്കെ കയറി അവർക്ക് സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ പറയും. അപ്പോൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയതെന്ന്. ഇതാണ് സത്യത്തിൽ ഉണ്ടായത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുഞ്ഞു മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുഖവിലക്ക് എടുത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ അവർ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് കാര്യമാക്കി എടുക്കണം. അപ്പോൾ അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രയാസം, അത് ആ ഒരു സമയം നമ്മൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ അത് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഇത് ഈ ഒരു അസുഖമാണെന്ന് മനസ്സിലായതിനു ശേഷം ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. വീക്കം കുറയാനുള്ള ഗുളിക, അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളിൻ്റെ മരുന്ന്, അങ്ങനെയുള്ളതൊക്കെ കൊടുത്തു. കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കരുത്. അതുകൊണ്ടാണ് എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒന്ന് പറയാനുള്ളത്, നമ്മളവിടെ ഹോസ്പിറ്റൽ, നമുക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനങ്ങൾക്ക് എല്ലാ അധിക കാര്യങ്ങളും ഫ്രീ ആണ്. കൂടുതലായിട്ട് ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്കാണെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് പോകുമ്പോൾ നമ്മൾ കരുതി ഒരുപാട് പൈസയൊക്കെ വേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ മെഡിക്കൽ കോളേജിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്രത്തോളം പൈസ ഉണ്ടാകും, അല്ലെങ്കിൽ എത്ര വലിയ പൈസ ആവും എന്നുള്ളത് നമുക്ക് പേടി തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എങ്ങനെയെങ്കിലും ഇത് കണ്ടെത്തി ഇവൻ്റെ ഈ ഒരു വേദന ശമിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു നമുക്കുള്ളത്. അപ്പോൾ അവിടുന്ന് വേദന കുറയാത്തപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടായിരുന്നു, നമ്മളിവിടുന്ന് മംഗലാപുരത്തായിട്ട് പോകണോ ഡോക്ടറെ. ഇവർ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, കാരണം അവർക്ക് ഒരു പക്ഷേ മൈൻഡ് ചെയ്യാത്തത് അവർ ഇതുപോലുള്ള ഒരുപാട് അസുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നും. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മളിവിടുന്ന് റെഫർ ചെയ്ത് വിടില്ല, നിങ്ങൾ എഴുതി തന്നിട്ടാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോക്കോ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്. കാരണം കുട്ടി ഒരേ കരച്ചിലാണ്, നിർത്താതെ കുട്ടി കരയുമ്പോൾ തളർന്നു പോകില്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ അവരതൊന്നും അതിൻ്റെതായ രീതിയിൽ എടുത്തില്ല. പക്ഷെ അവർക്കത് ഉള്ളിലുണ്ടാകും, അത് മാറും അല്ലെ അത് കണ്ടുപിടിക്കാന്നുള്ള, അവർക്കത് പ്രൊഫഷണലി അവർ ചെയ്യുന്നതായതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ചിലവടക്കം ഒരു 4000 രൂപയ്ക്ക് അടുത്താണ് ചിലവായത്. ഈ 4000 രൂപയിൽ ചിലവ് ഒരു 1000 രൂപയോ മറ്റോ കൂട്ടിയാൽ, ഫുഡിൻ്റെ ഒരു 1000 1500 രൂപയോ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അശ്രദ്ധ കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മുൻപേ പറഞ്ഞു തരുന്നത്. നമ്മൾ കുഞ്ഞുമക്കളുടെ പേരിലൊക്കെ ആധാർ കാർഡ് എടുക്കും. പക്ഷെ ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ കുട്ടികളുടെ പേരിൽ റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ മറന്നു പോകും. അങ്ങനെ ഞങ്ങൾ മുൻപേ റേഷൻ കാർഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കൾക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ ആധാർ കാർഡിലുള്ള പേര് റേഷൻ കാർഡിൽ ഇവരുടെ പേര് ചേർക്കാൻ വിട്ടുപോയി. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു തുക അവിടെ അടക്കേണ്ടി വന്നു. കാരണം റേഷൻ കാർഡിലെ പേരുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അവിടെ ഫുൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ചെറിയൊരു പൈസയെ വരുള്ളൂ. പക്ഷേ ഇതുപോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടിയാണ്, സാധാരണ പൊതുജനത്തിന് വേണ്ടിയാണ് സർക്കാർ തുറന്നു വെക്കുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അശ്രദ്ധയാണ്. കാരണം അവിടെ ഒരു പൈസ ഇല്ലാതെ വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു പണിയില്ലാത്ത ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു തുകയെങ്കിലും അവിടെ അടയ്ക്കേണ്ടി വന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 18 വയസ്സ് വരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കുട്ടികൾക്ക് എല്ലാ ചികിത്സയും ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ വൈകിയതുകൊണ്ടാണ് നമ്മൾക്ക് ചെറിയൊരു തുകയാണെങ്കിൽ അവിടെ അടയ്ക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് അക്ഷയ പോയിട്ട് അത് ശരിയാക്കിയത്. സത്യം പറഞ്ഞാൽ നാട്ടിലെ അടുത്തൊക്കെ അക്ഷയ കേന്ദ്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയി, തിരക്കില്ലെങ്കിൽ മാക്സിമം പോയി 1 മണിക്കൂർ ഇതിനുള്ളിൽ സംഭവം ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് വരാൻ പറ്റും. വേഗം തന്നെ റേഷൻ കാർഡ് അല്ലാത്ത നമുക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ പേര് വേഗം അതിനകത്ത് ചേർക്കാൻ പറ്റും. വലിയ തുകയൊന്നും അല്ലെങ്കിലും ഈ ഒരു ചെറിയ തുകയും നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാർ ആശുപത്രികൾ നമ്മളെപ്പോലുള്ള പൊതുജനത്തിന് വേണ്ടിയാണ് സർക്കാർ തുറന്നു വെക്കുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രീ ആണ്, നമ്മുടെ അവകാശമാണ്. ആ അവകാശം നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റാത്ത ഇത്തരം അശ്രദ്ധ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് വെക്കുക. റേഷൻ കാർഡിൽ പേര് ഇല്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ വേഗം ചെന്ന് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് വേഗം അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പരമാവധി നമ്മൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ തന്നെ തിരഞ്ഞെടുക്കുക. അവിടെയൊക്കെ നല്ല ഡോക്ടേഴ്സാണ്. പിന്നെ അവർ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പേടിയുണ്ടാവും, പക്ഷെ അവർക്കത് പേടിയുണ്ടാവില്ല. കാരണം അവരത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ മോനിങ്ങനെ കാര്യം ഇവരെന്താ ശ്രദ്ധിക്കാത്ത, ഇവരെന്താ മൈൻഡ് ചെയ്യാത്ത എന്നുള്ളൊരു മൈൻഡായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു.
അപ്പോൾ എന്നിട്ട് അവർക്കതൊരു പ്രശ്നമല്ല, കാരണം ആവശ്യം നമ്മുടേതാണ്. പിന്നെ അവർ നല്ല രീതിയിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പരിയാരത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വളരെ നല്ല പെരുമാറ്റവും അതുപോലെ തന്നെ നല്ല ചികിത്സാ രീതികളുമാണ് ഉണ്ടായത്. അപ്പോൾ പരമാവധി നമ്മൾ എന്താ പറയുക, ഒരുപാട് പൈസ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നതിനേക്കാളും നല്ലത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തോ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വേഗം തന്നെ മോനിപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, അവന് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് വന്നിട്ടില്ല എന്ന് ചോദിച്ചവരോടും പിന്നെ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.